നമ്മുടെ അപ്പാനി സത്യം പറഞ്ഞാൽ പേടിച്ചങ്ങ് വിറച്ചു കേട്ടോ. എന്താണെന്നറിയാവോ? അപ്പാനിക്കിപ്പോൾ ഇരിക്കാനും വയ്യ, നിൽക്കാനും വയ്യ, കിടക്കാനും വയ്യ. കാരണം അപ്പാനിയുടെ കയ്യിൽ നിന്ന് വന്നത് അങ്ങനെയല്ലേ. RJ ബിൻസി ആയിട്ട് ഒരു പ്രത്യേക റിലേഷൻഷിപ്പ് തന്നെ അപ്പാനിക്കുണ്ടായിരുന്നു എന്ന് വേണം പറയാൻ. അപ്പാനിയുടെ സ്വഭാവം ഏറെക്കുറെ ചില കളികളൊക്കെ ഉള്ള സ്വഭാവമാണ്. അതായത് പുള്ളിക്ക് ബിഗ് ബോസിൽ പിടിച്ചു നിൽക്കണം എന്നുണ്ടെങ്കിൽ ഒരു കോംബോ വേണം. അത് റിയലായിട്ടാണോ ഫേക്കാണോ എന്നൊന്നും അറിയത്തില്ല. പക്ഷേ എങ്കിലും ഓവറായിട്ടുള്ള ഒരു ഇടപെടലിലേക്ക് അപ്പാനി പോയോ എന്നൊരു സംശയം അപ്പാനിക്ക് തന്നെയുണ്ട്. അത് കാരണം അപ്പാനിക്ക് ഇപ്പം ഭയങ്കര പേടിയാണ്. അപ്പം അപ്പാനിക്ക് ഈ പേടിയൊക്കെ മനസ്സിൽ ഇങ്ങനെ കിടന്ന് കളിക്കുന്നത് കൊണ്ട് തൻ്റെ ഭാര്യ ഇപ്പോൾ ഗർഭിണിയായിട്ടിരിക്കുകയല്ലേ. അവൾക്കിനി എന്തെങ്കിലും വിഷമം തോന്നി എന്ത് ചെയ്യും? തൻ്റെ കുടുംബം അതെല്ലാം അപ്പാനി കണ്ടമാനം അങ്ങ് അലട്ടുകയാണ് ഇപ്പോൾ. അവിടെ കിടന്ന് രണ്ടുപേരൂടെ കിടന്ന് കോംബോ കളിച്ചപ്പോൾ ഇതൊന്നും ഓർത്തില്ല തൻ്റെ ഭാര്യയെക്കുറിച്ചോ. എന്നിട്ട് ഇപ്പം അപ്പാനിക്ക് കൺഫെഷൻ റൂമിലേക്ക് ബിഗ് ബോസ് വിളിപ്പിച്ചിട്ട് അപ്പാനിക്ക് എന്തൊക്കെ പറയണമെന്നുണ്ട്. അപ്പാനിക്ക് തൻ്റെ ഭാര്യയോട് സംസാരിക്കണമെന്ന് ആഗ്രഹമാണ്. അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട്, ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, അവിടെ ഒരു കുഴപ്പവുമില്ല എന്നൊക്കെ ബിഗ് ബോസ് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നുമല്ല. അപ്പാനിക്ക് ഭയങ്കര ഒരു സംശയം എന്നറിയോ, ഇത് പുറത്ത് നെഗറ്റീവായിട്ട് പോയിട്ടുണ്ടോ? താനും RJ ബിൻസിയും തമ്മിലുള്ള ബന്ധം പുറത്ത് കണ്ടമാനം വൈറലായിട്ടുണ്ടോ? അത് കേട്ട് കേട്ട് എൻ്റെ ഭാര്യയ്ക്കും ആകെ വിഷമമായിട്ടുണ്ടോ എന്നൊരു സംശയം ഇപ്പോൾ പുള്ളിക്ക് കണ്ടമാനം അങ്ങ് അടിച്ചേക്കുകയാണ്. അതായത് ഈ ബിഗ് ബോസിൽ വരുന്നവർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് പുറത്തോട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാതെ അവർ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. കല്യാണം കഴിഞ്ഞ് തലയിലൊരു പ്രാരാബ്ധമുള്ള സ്ഥിതിക്ക് തൻ്റെ ഭാര്യ, പ്രത്യേകിച്ച് ഭാര്യ ഗർഭിണിയാണെന്ന് മനസ്സിലാക്കിയ ഒരു 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 ആളാണല്ലോ അപ്പാനി. അപ്പം താനൊരു ഭർത്താവാണ് എന്ന് ചിന്തിക്കാതെ ചുമ്മാ കാണുന്ന കോപ്രായങ്ങളൊക്കെ ബിഗ് ബോസിൽ കാണിച്ചിട്ട് അനുവിനെക്കുറിച്ച് ഓരോ വൃത്തികേടുകളും പറഞ്ഞ് അനു ആരാണ്ടെയൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്ന നീ അപ്പാനി പറഞ്ഞതാണ്. അനു എങ്ങനെയാണ് കാശുണ്ടാക്കിയെന്നൊക്കെ ഭയങ്കരമായിട്ട് കൂളായിട്ട് അവിടെ നിന്ന് പറഞ്ഞതേ. അനു എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ ഫ്യൂച്ചർ എന്താണെന്നും അവളെക്കുറിച്ച് താൻ എന്തൊക്കെ പറയണം, എന്തൊക്കെ പറയാതിരിക്കണം, ഇതൊന്നും ചിന്തിച്ചില്ല. ഇപ്പോൾ തിരിച്ച് അപ്പാനിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. ഏതായാലും താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു എന്ന് വേണം പറയുവാൻ. ഇപ്പം അപ്പാനി ആകെപ്പാടെ പെട്ടിരിക്കുകയാണ്. തൻ്റെ ഭാര്യ ഇനി തന്നെ വിട്ട് പോകുമോ? അല്ലെ ഭാര്യയ്ക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടാകുമോ? തൻ്റെ കുടുംബത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ? ഇതൊക്കെ പുള്ളിയെ കണ്ടമാനം അങ്ങ് അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. പുള്ളിക്ക് മനസ്സിലായി, പുള്ളി തന്നെ പറയുന്നുണ്ട്, താൻ അല്പം ഓവറായി പോയി, തനിക്കത് സംഭവിച്ചു പോയി, താൻ ഒരു കോംബോ ചെയ്താണ് ബിഗ് ബോസിൽ നിന്നതെന്നും ഒക്കെ പുള്ളിക്ക് മനസ്സിലായി. പുള്ളി ഇപ്പോൾ ആകെപ്പാടെ പേടിച്ചു വിറച്ച് വെപ്രാളപ്പെട്ട് ഇങ്ങനെ കടന്ന് കളിക്കുകയാണ്. ഇതായിരിക്കണം. ഇങ്ങനെ കോംബോ കളിക്കാൻ വരുന്നവരൊന്നും ദയവ് ചെയ്ത് ബിഗ് ബോസിൽ വരരുത്. നിങ്ങളൊക്കെ എന്തിനു വന്നു? നിങ്ങൾക്ക് തൻ്റെ ഇടമുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം കളിക്കണം. ഷാനവാസിനെ നിങ്ങൾ നോക്കിക്കേ. ഷാനവാസിന് എന്തെങ്കിലും കോംബോ ഉണ്ടോ? ഷാനവാസ് പറഞ്ഞിട്ടുണ്ട്, ഷാനവാസിൻ്റെ എത്തിക്സ് വിട്ട് ഷാനവാസ് കളിക്കില്ല. ഷാനവാസിനും കുടുംബവും കുട്ടികളും ഒക്കെ ഉള്ളവനാണ്. അവനറിയാം ബിഗ് ബോസിൽ വന്നാൽ എങ്ങനെ നിൽക്കണമെന്നും. ഷാനവാസ് ശരിക്കും പറഞ്ഞാൽ ഗെയിം കളിക്കുന്നുണ്ട് താനും. ഷാനവാസിന് ഒരു പിടിവെള്ളി കിട്ടി ഇപ്പോൾ നമ്മുടെ അപ്പാനി ശരത്തിൻ്റെ മേൽ. അപ്പോൾ ഷാനവാസ് അത് ശരിക്കും പ്രയോഗിച്ച് അപ്പാനിയെ എന്ത് ചെയ്തു? മാനസിക സമ്മർദ്ദത്തിന് കീഴ്പ്പെടുത്തുകയാണ് ഷാനവാസ് ചെയ്തത്. ഷാനവാസ് യഥാർത്ഥ ഒരു ഗെയിമറാണ് നമുക്ക് പറയേണ്ടി വരും. കാരണം തനിക്ക് കിട്ടിയ ജസ്റ്റ് ഒരു കാര്യം അത് വിടാതെ നമ്മുടെ അപ്പാനിയെ പിന്തുടർന്ന് ആക്രമിച്ച് അപ്പാനിയെ സമ്മർദ്ദത്തിലാഴ്ത്തി. അപ്പാനി അതിനകത്ത് പെട്ടുപോയി. പക്ഷേ അപ്പാനിക്ക് ഗെയിം അറിയാമായിരുന്നു എങ്കിൽ അപ്പാനിയും ഈ ഗെയിമിൽ ഈ തന്ത്രത്തിൽ പിടിച്ച് നിന്നേനെ. പക്ഷേ അപ്പാനി പിടിച്ച് നിൽക്കാൻ അപ്പാനിക്ക് പറ്റുന്നില്ല. അപ്പാനി എന്ത് ചെയ്തു? പെട്ടെന്ന് സെൻസിറ്റീവ് ആകുന്നതും പെട്ടെന്ന് ഫീൽ ചെയ്യുന്നതും പെട്ടെന്ന് പേടിക്കുന്നതുമായ ഒരു സ്വഭാവമാണ് അപ്പാനിക്കെന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലായി. പക്ഷേ അത്രത്തോളം പേടിക്കേണ്ട വലിയ ആവശ്യമുണ്ടെന്ന് ചോദിച്ചാൽ ആവശ്യമില്ല എന്ന് പറയേണ്ടി വരും. കാരണം അത് ബിഗ് ബോസ് ആണ്. അവിടെ വേറെ യാതൊരു മാർഗ്ഗവുമില്ല, ഫോണില്ല, കോണ്ടാക്ട്സ് ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ആ സമയത്ത് അതിനകത്ത് അവരുടെ മുന്നിൽ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. അപ്പോൾ തൻ്റെ മുന്നിൽ വരുന്ന ഏതെങ്കിലും ഒരു സ്നേഹബന്ധമോ അല്ലെ തന്നോട് അത്രമാത്രം ഇടപെടുന്ന ഒരു പെൺകുട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അറിയാതെ പെട്ടുപോയതായിരിക്കാം. പിന്നെ അപ്പാനി ശരത്തിൻ്റെ പുറത്തെ കാര്യമൊക്കെ ഷാനവാസിന് അറിയാമെന്ന് പറയുന്നുണ്ട്. അവൻ എങ്ങനെയുള്ളവനാണെന്നും പറയുന്നു.